നമ്മൾ ആപ്പിൾ ബിയുടെ ഒരു കോഴ്സിന്റെ ഫോർമാറ്റ് പറയും. നമ്മൾ എപ്പോഴും പറയും നമ്മളൊന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന അക്കാദമിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കൽ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ അവർക്കൊരു ലൈഫ് ലോങ് സപ്പോർട്ട്, വിച്ച് മീൻസ് JRF ക്വാളിഫൈഡ് ആകുന്നത് പറയും. അതും കഴിഞ്ഞ ശേഷം ഇന്റർവ്യൂസിനൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതുപോലെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ജസ്റ്റ് 1% എന്ത് കിട്ടുള്ളൂ, JRF കിട്ടുള്ളൂ. അത് ആർക്ക് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺസിസ്റ്റന്റ് ആയിട്ട് ഇരുന്ന് പഠിക്കുന്ന ആൾക്കാർക്കാണ്. ഒരു പ്രാവശ്യം ഡിസ്ക്വാളിഫൈഡ് ആയാലും അവിടെ നോളജ് അവിടെ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്, സബ്ജക്റ്റിൽ വലിയ രീതിയിലേക്കുള്ള എൻഹാൻസ്മെന്റ് വന്നിട്ടുണ്ട്. അത് മനസ്സിലാക്കാതെ ഡിസപ്പോയിന്റഡ് ആയിട്ട് പിന്മാറുന്നതിന് പകരമായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്താൽ ആർക്കും ജയിക്കാൻ പറ്റും എന്നതിന്റെ എക്സാമ്പിൾ ആണ് മേരി. ആ എക്സാം കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, എനിക്ക് സബ്ജക്റ്റിൽ നോളജ് ഉണ്ട്, പക്ഷേ അതിനെ ഈ പറയുന്ന ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിലേക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ ആ ഒരു മെത്തേഡ് എനിക്ക് കറക്റ്റ് അറിയത്തില്ലായിരുന്നു. അപ്പം എനിക്കൊരു ഗൈഡൻസ് അതിന് ആവശ്യമായിരുന്നു. എൻ്റെ കയ്യിൽ വേറെ മെറ്റീരിയൽസും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ കോച്ചിങ് എടുക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ബെറ്റർ ആയിട്ടുള്ളൊരു കോച്ചിങ് സെൻറ്റർ നോക്കുകയാണ് ചെയ്തത്. ഞാൻ അതിന് വേണ്ടിയിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്തു. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് ബെസ്റ്റായിട്ട് തോന്നിയൊരു അക്കാദമിയാണ് ആപ്പിൾ ബി അക്കാദമി എന്ന് പറയുന്നത്. അങ്ങനെ അത് ചൂസ് ചെയ്യുകയും ഏകദേശം ജൂലൈ മാസത്തോടു കൂടി പാലായിലുള്ള അക്കാദമിയിലേക്ക് ഞാൻ പോയി. അവിടെ ചെന്ന് ഞാൻ അതിനുശേഷമാണ് ശരിക്കും സിലബസ് എന്താണെന്ന് അറിയുന്നതും അത് എത്രത്തോളം നമ്മൾ പഠിക്കാനുണ്ടെന്ന് മനസ്സിലാവുകയൊക്കെ ചെയ്തത്. ടൈം മാനേജ് ചെയ്യാൻ എന്നുള്ളത് എൻ്റെ മുന്നത്തെ പ്രശ്നമായതുകൊണ്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുകയാണ് ചെയ്തത്. എല്ലാ ദിവസവും 1 hour വെച്ച് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തു എന്നുള്ളത്. അപ്പം എൻ്റെ ടൈം മാനേജ് ചെയ്യാൻ മാത്രമല്ല, അപ്പം നമുക്ക് കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസുമായിട്ട് കുറച്ചുകൂടെ ഒരു പരിചയം ഉണ്ടാവാൻ വേണ്ടി പറ്റും. ആ സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പഠിച്ചിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. എൻ്റെ ബുക്ക് ഇങ്ങനെ തുറന്നു വെക്കും, അപ്പോൾ എൻ്റെ കണ്ണീരിങ്ങനെ വീണിട്ട് എന്നിട്ടും ഞാൻ പഠിക്കും. അതെനിക്ക് ഭയങ്കര ഒരു ഓർമ്മയാണ്. അപ്പോൾ നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരു പ്രാവശ്യം എഴുതി കിട്ടിയില്ല എന്ന് കരുതിയിട്ട് അത് നിർത്തി പോകരുത്. കാരണം ചിലപ്പോൾ നമുക്ക് അപ്പോഴായിരിക്കില്ല നമ്മുടെ ടൈം വന്നിട്ടുണ്ടാവുക. വെയിറ്റ് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുക. അപ്പം ഷുവറായിട്ടും നിങ്ങൾക്കും ഇത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഹായ്, ഹലോ. വീണ്ടും നമ്മൾ ഒരു റിസൾട്ടിന്റെ വീഡിയോ ആയിട്ടാണ്. നമ്മൾ പറഞ്ഞിരുന്നു ഓരോ പ്രാവശ്യം റിസൾട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് സ്റ്റുഡൻസിന് നമ്മൾ അവതരിപ്പിക്കുന്ന ഒരു ഫോർമാറ്റ് നമുക്ക് അവിടെ ഉണ്ട്. പക്ഷെ പലപ്പോഴും നമുക്ക് എക്സാമിന്റെ തിരക്കുകളും കാര്യങ്ങളൊക്കെ കാരണം, പ്രത്യേകിച്ച് ഓഫ്ലൈൻ ക്ലാസ്സുകളുള്ളപ്പം പൂർണ്ണമായിട്ട് അതിലേക്ക് ഇരിക്കാനായിട്ട് നമുക്ക് ഒരു ഡെഡിക്കേറ്റഡ് ടൈം കിട്ടാറില്ല. ബട്ട് ഈ ഒരു ടൈം നമ്മൾ ഉറപ്പായിട്ടും ചെയ്യുക എന്ന രീതിയിലേക്കാണ് നമ്മളവിടെ എത്തിയിരിക്കുകയാണ്. വീണ്ടും നമ്മൾ അവതരിപ്പിക്കുന്ന ആള് കൊമേഴ്സിൽ JRF ക്വാളിഫൈഡ് സ്റ്റുഡന്റ് ആണ്, അല്ലെ മേരി? അതെ, ഇവിടെ പ്രൊഫൈല് കാണാൻ സാധിക്കും, മാർക്ക് ലിസ്റ്റും ഉണ്ട്. നിങ്ങൾ നോക്കാം. അപ്പോൾ കഴിഞ്ഞിട്ടിരിക്കുന്ന ഡിസംബർ റിസൾട്ട് വന്നിരിക്കുന്നതിൽ ഏകദേശം UGCയുടെ കട്ട് ഓഫോടെ എടുത്തു നോക്കുക. വന്നിരിക്കുന്നത് 210 ആണ്, അല്ലെ? 210 ആണ് അവരുടെ കട്ട് ഓഫ് ഇൻ ടേംസ് ഓഫ് മാർക്കിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ പെർസെന്റേജ് ആണ് 70% ആണ് റിക്വയർമെന്റ് എന്ന് പറയുന്നത്. മേരിക്ക് 214 സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്, അല്ലെ? 71% കൂടി 99.8% കൂടി കൊമേഴ്സിൽ JRF നേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, അച്ചീവ്മെന്റിന്റെ ഒരു ഫോം നമ്മൾ എടുത്ത് നോക്കുന്നതിന് ഓൾ ഇന്ത്യ ലെവലില് 139 പേർക്ക് മാത്രം സാധിച്ചപ്പോഴാണ് അതിൽ ഒരാളായിട്ട് അവിടെ മാറിയിരിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ ആപ്പിൾ ബിയുടെ ഒരു കോഴ്സിന്റെ ഫോർമാറ്റ് പറയും. നമ്മൾ എപ്പോഴും പറയും നമ്മളൊന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന അക്കാദമിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കൽ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ അവർക്കൊരു ലൈഫ് ലോങ് സപ്പോർട്ട്, വിച്ച് മീൻസ് JRF ക്വാളിഫൈഡ് ആകുന്നത് പറയും. അതും കഴിഞ്ഞതിന് ശേഷം ഇന്റർവ്യൂസിനൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതുപോലെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കൊടുക്കാറുണ്ട്. അപ്പം മേരി CBയുടെ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മിസിന്റെ സ്റ്റുഡന്റ് ആണ്, കുറച്ച് ലേറ്റ് ആയിരുന്നു. ആ പ്രാവശ്യം ക്വാളിഫൈഡ് ആകാൻ പറ്റിയില്ല എന്നുള്ളതാണ്. പിന്നീട് രണ്ടാമതൊന്നുകൂടെ ഫുൾ ടൈം ഇരുന്ന് പഠിക്കുന്നു എന്നുള്ളതാണ്. അൺഫോർച്ചുനേറ്റ്ലി ആ പ്രാവശ്യവും ക്വാളിഫൈഡ് ആയില്ല എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും പറഞ്ഞൊരു ഫോർമാറ്റ് ഉണ്ട്. നമ്മുടെ ഒരു മാർക്കറ്റിംഗ് ഗിമിക്സിൽ പറയുന്ന പോലെ അല്ല, ജസ്റ്റ് 1% എന്ത് കിട്ടുള്ളൂ, JRF കിട്ടുള്ളൂ. അത് ആർക്ക് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺസിസ്റ്റന്റ് ആയിട്ട് ഇരുന്ന് പഠിക്കുന്ന ആൾക്കാർക്കാണ്. ഒരു പ്രാവശ്യം ഡിസ്ക്വാളിഫൈഡ് ആയാലും അവിടെ നോളജ് അവിടെ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്, സബ്ജക്റ്റിൽ വലിയ രീതിയിലേക്കുള്ള എൻഹാൻസ്മെന്റ് വന്നിട്ടുണ്ട്. അത് മനസ്സിലാക്കാതെ ഡിസപ്പോയിന്റഡ് ആയിട്ട് പിന്മാറുന്നതിന് പകരമായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്താൽ ആർക്കും ജയിക്കാൻ പറ്റും എന്നതിന്റെ എക്സാമ്പിൾ ആണ് മേരി. 2 പ്രാവശ്യം വളരെ സീരിയസ് ആയിട്ട് വന്നു അറ്റൻഡ് ചെയ്തതിനു ശേഷവും അത് ഡിസപ്പോയിന്റ്മെന്റ് ആയിരുന്നു റിസൾട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ 3rd ടൈം എന്താണ്, JRF കൂടി ക്വാളിഫൈഡ് ആകാനായിട്ട് പറ്റിയെന്നുള്ളതാണ്. അത് എപ്പോഴും നമ്മൾ പറയില്ല. അതായത് നമ്മുടെ ഇവിടുത്തെ വരുന്ന സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിലും ഇവിടെ ആർക്ക് വേണമെങ്കിലും ഒരു ടൈം കഴിഞ്ഞ് എപ്പോഴും വന്ന് റിപ്പീറ്റ് ചെയ്യാം. നമ്മുടെ ഓഫ്ലൈനിന്റെ ഏറ്റവും വലിയ ഫീച്ചർ അതാണ്. ഒരിക്കൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ അത് JRF കിട്ടുന്നവരെയാണ്. ഇപ്പൊ നെറ്റ് കിട്ടിയാൽ ആ റിപ്പീറ്റേഷൻ JRF വേണ്ടി വേണം യൂസ് ചെയ്യാം. ഇനി അതല്ല, ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, തിരിച്ചു വരാൻ പറ്റും. എന്ന് മാത്രമല്ല, നമ്മൾ ഈ സ്കോളർഷിപ്സ് നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടി എന്നും ആക്റ്റീവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻസ് എത്രത്തോളം നമ്മളെ ചെയ്യുന്ന ഇമ്പാക്റ്റും എഫേർട്ടും മനസ്സിലാക്കുന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷെ നമ്മൾ ഒരു സ്റ്റുഡന്റ് ഇവിടെ ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈനിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എക്സാമിന് എല്ലാ മുന്നോടിയായിട്ട് നമ്മളൊരു 30-40 ദിവസം നമ്മൾ എന്ത് കൊടുക്കാറുണ്ട്, അവർക്ക് സ്കോളർഷിപ്സ് നമ്മൾ കൊടുക്കാറുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിനൊരു ഇന്റൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒരിക്കലും വന്ന് ഫുൾ പ്രിപ്പയർഡ് ആണ്. എക്സാമിന് മുമ്പ് നമ്മുടെ ഒരു ഫുൾ അസസ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഉറപ്പായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടും ക്വാളിഫൈഡ് ആകാൻ പറ്റുമെന്നുള്ളതാണ്. ഈ സ്കോളർഷിപ്പ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ അവിടെ അടുത്ത് ₹1 പോലും ചാർജ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വരുന്ന എല്ലാ കുട്ടികളും കൊടുക്കുമ്പോൾ നമുക്ക് അതിൽ വരുന്ന കോസ്റ്റൊക്കെ വളരെ വലുതാണ്. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ നിൽക്കുന്ന ഒരു പൊസിഷനാണ്. ആപ്പിൾ ബി എന്ന് പറയുമ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു ക്വാളിറ്റി, നമ്മൾ ഇന്റന്റ് ചെയ്തിരിക്കുന്ന ഒരു എത്തിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ ആണ്. അവിടെ നമ്മൾ കാണിക്കേണ്ട എത്തിക്സ് നമ്മൾ എന്നും എന്താണ് കാണിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഒരിക്കലും ഒരു സ്റ്റുഡന്റ് വന്നു കഴിഞ്ഞാൽ അവർക്ക് എപ്പോഴും എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ നീഡ് ഫുൾഫിൽ ചെയ്യുന്നവരെ അവർക്കൂടെ എന്ത് ചെയ്യാൻ പറ്റും, കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഓഫ്ലൈൻ ആണെങ്കിൽ ലൈഫ് ലോങ് ആണ് അഡ്മിഷൻ വാലിഡിറ്റി. ഓക്കെ. ആൻഡ് ദെൻ അതേപോലെ തന്നെ എപ്പോഴും ഞാൻ സ്റ്റുഡൻസിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഓൺലൈൻ ജോയിൻ ചെയ്യുന്ന ആൾക്കാരോട് നിങ്ങൾ JRF സ്കീമിൽ പ്രിഫർ ചെയ്യാവുള്ളൂ. നമുക്കിവിടെ 3 സ്കീമുണ്ട്. ഒരു JRF സ്കീമുണ്ട്, ഒരു ഇന്റർമീഡിയറ്റ് സ്കീമുണ്ട്, ഒരു ബേസ് സ്കീമുണ്ട്. ഇപ്പൊ JRF സ്കീമിന് എന്തുകൊണ്ട് നമ്മൾ പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ 2 years ഡ്യൂറേഷൻ ആണ്. 2 year ഡ്യൂറേഷൻ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ആ ഫീസ് വളരെ ചീപ്പാണ്. ബേസിക്കലി നമ്മൾ ഈ 2 years എന്ന് നമ്മൾ പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ പ്രാവശ്യം കിട്ടിയില്ലെങ്കിലും രണ്ടാമതോടെ അറ്റൻഡ് ചെയ്യുന്ന ഉറപ്പായിട്ടും കിട്ടും. പിന്നെ എത്ര നിർഭാഗ്യമുള്ള സ്റ്റുഡന്റ് ആണെങ്കിലും 4 അറ്റൻഡിക്കുള്ളിൽ നിന്നാണ് ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും പോകില്ല എന്നാണ്. അപ്പം ഈ 1% എത്തിയെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി നമ്മുടെ JRF സ്കീമാണ് നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ നമ്മുടെ പറയുന്നത്. ബട്ട് സ്റ്റിൽ സ്റ്റുഡൻസ് ഞാൻ നേരത്തെ അതിന്റെ ഒരു സീരിയസ്നെസ് പലപ്പോഴും ചോദിക്കും, 6 മാസം ഉണ്ട്, 2 മാസം ഉണ്ടെന്ന്. നമ്മൾ പറയും ഇതെല്ലാം ഉണ്ട്, പക്ഷെ JRF ആണ് നിങ്ങളുടെ ഇന്റൻഷൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോങ് ടൈം കോഴ്സ് എടുത്ത് ചൂസ് ചെയ്ത് പഠിക്കുക. നമ്മുടെ ഒരു ഫോർമാറ്റ് നിങ്ങൾ അത് കിട്ടുന്നവരെ നമ്മൾ എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ JRF സ്കീമൊക്കെ എടുത്ത് പഠിക്കുന്ന സ്റ്റുഡൻസ് എന്നിട്ടും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എല്ലാ സ്കോളർഷിപ്പ് സ്കീമുകളും നമ്മൾ എന്ത് ചെയ്യും, ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പം മേരി വളരെ നല്ലൊരു എക്സാമ്പിൾ ആണ് കൊമേഴ്സ് സ്റ്റുഡൻസിനെയൊക്കെ സംബന്ധിച്ച്. 2 പ്രാവശ്യം ഡിസ്ക്വാളിഫൈഡ് ആയിട്ടും വിട്ടുകൊടുക്കാതെ വീണ്ടും ഇരുന്ന് പഠിച്ച് JRF കൂടി ക്വാളിഫൈഡ് ആകുന്നതാണ്. അപ്പം മിസ്സിന്റെ സ്റ്റുഡന്റ് ആണ്, എങ്ങനെയുണ്ട് ക്ലാസ്സിലെ ആളുടെ ഒരു പെർഫോമൻസ്, ഏത് കൈൻഡ് ഓഫ് അപ്രോച്ച് ആയിരുന്നു? മേരി ക്ലാസ്സിലെല്ലാം വളരെ ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ എക്സാം ഒക്കെ ഇട്ടാൽ അതിൽ ഒരു ക്വസ്റ്റ്യൻ തെറ്റെങ്കിൽ നമ്മളോട് ഒന്ന് ചോദിക്കും, ഇതെന്താ, എങ്ങനെ തെറ്റ്, ഞാനിത് എങ്ങനെ കറക്റ്റ് ചെയ്യേണ്ടത്, അങ്ങനെ കൃത്യമായിട്ട് സ്വന്തമായിട്ട് അനലൈസ് ചെയ്യും. നമ്മൾ കൃത്യമായിട്ട് പ്ലാനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും സ്വന്തമായിട്ടൊരു അനാലിസിസ് നടത്തുന്ന കുട്ടിയായിരുന്നു. ആൻഡ് എക്സാം അടുത്ത തവണ വീണ്ടും ആ ഒരു ഏരിയ റിലേറ്റ് ചെയ്ത് എക്സാം ഇട്ടാൽ ഉറപ്പായിട്ടും ഒരു ഇംപ്രൂവ്മെന്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന കുട്ടിയായിരുന്നു. അതായത് പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നതിൽ വളരെയധികം മുൻഗണന കൊടുത്തിരുന്നു എന്നുള്ളതാണ് സ്റ്റുഡന്റിൽ. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ചില കാര്യങ്ങൾ ഇങ്ങനെയാണ് ചെയ്യണം എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കി അത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇമ്പാക്ട് ഉണ്ട്. അത് ഫോളോ ചെയ്യുന്ന ഒരാളാണെന്നുള്ളതാണ്. എപ്പോഴും ഞാൻ സ്റ്റുഡൻസിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ഈ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ടൂ മച്ച് റിസോഴ്സസ് അവൈലബിൾ ആണ്. ഇത് എവിടെ ഡിപ്പെൻഡ് ചെയ്യണം. ഒരു ടൈം നമ്മൾ പഠിക്കുന്നു, ഒരു റിസോഴ്സ് ഉപയോഗിച്ച് പഠിച്ച് ഡിസ്ക്വാളിഫൈഡ്, അപ്പോൾ ഇമ്മീഡിയറ്റ്ലി നമ്മുടെ ട്രസ്റ്റ് അവിടെ പോകണം, അടുത്തതിലേക്ക് നമ്മൾ ചാടണം. അത് ഉപയോഗിച്ച് നമ്മൾ ഒരു ടൈം പഠിക്കുന്നു. ഇത് ഭയങ്കര കോൺട്രഡിക്റ്റീവ് നേച്ചറാണ്. അപ്പൊ ആകെപ്പാടെ മൊത്തം കൺഫ്യൂസ്ഡ് ആണ്. എപ്പോഴും വേണ്ട സ്റ്റുഡൻസിന് ഒരു സ്കൂൾ ഓഫ് തോട്ടിൽ ഒരു ട്രസ്റ്റ് ആണ് വേണ്ടത്. അവരെവിടെയാണോ നിൽക്കുന്നത് അവിടെ ഉറച്ചു നിൽക്കുക, അവിടെ ഒരു ട്രൈ ചെയ്യുന്നതാണ്. അല്ലാതെ ഒരു ദിവസം അവിടെ പഠിക്കുന്നു, അടുത്ത ദിവസം ഇവിടെ പഠിക്കുന്നു എന്നൊരു ഫോർമാറ്റ് വന്നു കഴിഞ്ഞാൽ അത് ക്വാളിഫൈഡ് ആകുന്ന രീതിയിലേക്ക് പോലും അത് അഫക്ട് ചെയ്യും. എന്ന് മാത്രമല്ല അവരുടെ സബ്ജക്ട് ഇംപ്രൂവ്മെന്റ് ഒക്കെ വലിയ രീതിയിലേക്ക് ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്ന സിറ്റുവേഷൻ വരും, വലിയ രീതിയിലേക്ക് കൺഫ്യൂസ്ഡ് ആകുന്നതാണ്. എന്നാൽ നേരെ തിരിച്ച് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ചു പോയി ജയിക്കുക എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമ്പിൾ ആണ് അല്ലെ. അപ്പം എനിക്ക് തോന്നുന്നു മേരി ഭയങ്കര സന്തോഷത്തോടെ നമുക്കൊരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് അല്ലെ. നമുക്കതൊന്ന് ഈ വീഡിയോ കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി നമ്മുടെ ഒരു ടോക്ക് കഴിഞ്ഞ ശേഷം നമ്മുടെ ആസ്പിറൻസ് എല്ലാവരും അതിന്റെ എക്സ്പീരിയൻസ് ഒന്ന് കേൾക്കട്ടെ. തീർച്ചയായിട്ടും എല്ലാവരും കേൾക്കണം. നമ്മള് ആദ്യം തന്നെ വിജയിക്കുക എന്നുള്ളതിലും ബുദ്ധിമുട്ട്. നമ്മൾ 1-2 തവണ അതിൽ നിന്നൊന്ന് നമുക്ക് മാർജിനലി അത് ലഭിക്കാതെ പോയി പിന്നെ അത് വർക്ക് ചെയ്യാന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം. പക്ഷെ വളരെ നല്ല രീതിയിൽ തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് നിന്ന് മേരിക്കത് നേടാൻ സാധിച്ചു. ഒരു ഡെഡിക്കേഷനും കോൺഫിഡൻസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ച് നമുക്കറിയാം 2 പ്രാവശ്യമൊക്കെ ഡിസ്ക്വാളിഫൈഡ് ആകുമ്പോൾ സോഷ്യോളജിക്കൊക്കെ ഭയങ്കര പ്രഷേഴ്സ് വന്നു തുടങ്ങും. നമ്മൾ നമുക്ക് തന്നെ സെൽഫ് ഡൗട്ട് വന്നു തുടങ്ങും. ഞാൻ ഇവിടെ വരുന്ന ഓരോ സ്റ്റുഡന്റിനോടും ഏറ്റവും കൂടുതൽ പറയുന്നതാണ്, നിങ്ങൾക്ക് ക്വാളിഫൈഡ് ആണോ, നിങ്ങളുടെ അക്കാഡമിക് ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ അതൊന്നും മാറ്റർ അല്ല, അതൊക്കെ സെക്കൻഡറി ആയിട്ട് വരുന്ന കാര്യം മാത്രമാണ്. നിങ്ങളുടെ ഡെഡിക്കേഷനും കൺസിസ്റ്റൻസിയാണ്. കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക. ഒരു ടൈം നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലേക്കുള്ള റിസൾട്ട് നിങ്ങൾക്ക് വരും. പക്ഷെ ഒന്നാമത്തെ ടൈമിൽ 2ാമത്തെ ടൈമിൽ ഡിസ്ക്വാളിഫൈഡ് ഡിസപ്പോയിന്റ് ആകാൻ പാടില്ല. പ്രോസസ് വീണ്ടും കണ്ടിന്യൂ ചെയ്യണം. നമ്മൾ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ പ്രോസസ് വേഴ്സസ് റിസൾട്ട് ആണ്. ആ റിസൾട്ടിന് വേണ്ടി നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതാണ്. അപ്പോൾ എനിവേ മേരിക്ക് പറയാനുള്ളത് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് കേൾക്കാം. അതിനുശേഷം നിങ്ങൾ ഇതേപോലുള്ള റോൾ മോഡൽസിന് ഒരുപാട് നമ്മൾ അവതരിപ്പിക്കുന്നു പറഞ്ഞാണ്. വീണ്ടും ഇതുപോലെ ഒരുപാട് ആൾക്കാരുടെ എക്സ്പീരിയൻസ് ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. ഹായ്, ഞാൻ മേരി. എൻ്റെ പ്ലേസ് വയനാടാണ്. റീസെൻ്റ്ലി 2024 ഡിസംബറിൽ UGC ഇന്ത്യ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന നെറ്റ് എക്സാമിൽ കൊമേഴ്സിൽ ഞാൻ JRF ക്വാളിഫൈഡ് ആണ്. എൻ്റെ JRFിലേക്കുള്ളൊരു ജേണി എന്ന് പറയുന്നത് 2023 ഏപ്രിൽ മാസമാണ് ഞാൻ PG പാസ് ഔട്ട് ആവുന്നത്. അതിനുശേഷം 2023 തന്നെ ജൂണിൽ ഞാനൊരു നെറ്റ് എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഈ എക്സാം എന്താണെന്ന് അറിയാനും അതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്.
ആ എക്സാം കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, എനിക്ക് സബ്ജക്റ്റിൽ നോളജ് ഉണ്ട്, പക്ഷെ അതിനെ ഈ പറയുന്ന ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിലേക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ ആ ഒരു മെത്തേഡ് എനിക്ക് കറക്റ്റ് അറിയത്തില്ലായിരുന്നു. കാരണം നമ്മൾ PG വരെ പഠിക്കുന്നത് എക്സാം എഴുതുന്നതൊക്കെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടായിരുന്നു. പക്ഷെ ഇതൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, കുറച്ചും കൂടെ നമ്മൾ ഇൻഡെപ്റ്റ് ആയിട്ട് പഠിക്കണം എന്ന് എനിക്ക് തോന്നി. അപ്പം എനിക്കൊരു ഗൈഡൻസ് അതിന് ആവശ്യമായിരുന്നു. എൻ്റെ കയ്യിൽ വേറെ മെറ്റീരിയൽസും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ കോച്ചിങ് എടുക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ബെറ്റർ ആയിട്ടുള്ളൊരു കോച്ചിങ് സെൻറ്റർ നോക്കുകയാണ് ചെയ്തത്. ഞാൻ അതിന് വേണ്ടിയിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്തു. അപ്പോൾ ഒരുപാട് കോച്ചിങ് സെന്റേഴ്സ് ഞാൻ കണ്ടു, ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഉള്ളത്. എനിക്ക് ഓഫ്ലൈൻ ചൂസ് ചെയ്യുന്നതിനോടായിരുന്നു കൂടുതൽ താല്പര്യം. കാരണം എനിക്ക് ഓൺലൈനായിട്ട് അല്ലെങ്കിൽ PPT ഈ പറയുന്ന PDF ഒക്കെ നോക്കി പഠിക്കുക, ലൈവ് ക്ലാസ്സുകൾ പങ്കെടുക്കുക എന്നുള്ളതിലും കൂടുതൽ എനിക്ക് ഓഫ്ലൈൻ സെക്ഷൻ ആയിരുന്നു കുറച്ചുകൂടെ നന്നായിട്ട് തോന്നിയത്. അപ്പം ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് ബെസ്റ്റ് ആയിട്ട് തോന്നിയ ഒരു അക്കാദമിയാണ് Appleby അക്കാദമി എന്ന് പറയുന്നത്. അങ്ങനെ അത് ചൂസ് ചെയ്യുകയും ഏകദേശം ജൂലൈ മാസത്തോടു കൂടി പാലായിലുള്ള അക്കാദമിയിലേക്ക് ഞാൻ പോയി. അവിടെ ചെന്ന് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഡിസംബർ 2023 എക്സാം അറ്റൻഡ് ചെയ്യുന്നു, അതിൽ JRF ക്വാളിഫൈ ആവുന്നു, അങ്ങനെ ഞാൻ തിരിച്ചു വരുന്നു എന്നുള്ള രീതിയിലാണ് ഞാൻ പോകുന്നത്. അവിടെ ചെന്ന് ഞാൻ അതിനുശേഷമാണ് ശരിക്കും സിലബസ് എന്താണെന്ന് അറിയുന്നതും അത് എത്രത്തോളം നമ്മൾ പഠിക്കാനുണ്ടെന്ന് മനസ്സിലാവുകയൊക്കെ ചെയ്തത്. അപ്പൊ എനിക്ക് തോന്നി എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഈ പറയുന്ന 6 മാസം കൊണ്ട് പെട്ടെന്ന് നടക്കാൻ സാധ്യതയില്ല. കാരണം പലർക്കും പല രീതിയിലാണ്, ചിലർ 3 മാസം കൊണ്ട് അല്ലെങ്കിൽ ചിലർ കുറെ വർഷങ്ങൾ എടുത്തിട്ടൊക്കെ ക്വാളിഫൈ ആവുന്നവരുണ്ട്. അപ്പൊ എൻ്റെ കയ്യിൽ മെറ്റീരിയൽ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്നെ കൊണ്ട് പെട്ടെന്ന് പറ്റും എന്ന് എനിക്ക് തോന്നിയില്ല. അപ്പൊ ആദ്യത്തെ ആ ഒരു 6 മാസം ഞാൻ അക്കാദമിയിൽ നിന്നിട്ട് ചെയ്തുകൊണ്ടിരുന്നത് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക, അതുപോലെ എൻ്റെ കയ്യിലൊരു മെറ്റീരിയൽസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഞാൻ ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ സമയം ഫുള്ള് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഡെയിലി അക്കാദമിയിലെ ക്ലാസ്സിൽ പോകും, അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് ഏകദേശം ഒരു രാത്രി 2 മണി 3 മണി വരെ സമയം ഇരുന്നിട്ട് നോട്ട്സ് ഉണ്ടാക്കും. അപ്പൊ ജസ്റ്റ് ഒന്ന് വായിച്ചു പോകും, അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഡിസംബർ 2023 എക്സാം അറ്റൻഡ് ചെയ്തു. ഞാൻ വിചാരിച്ചോടത്ത് എനിക്ക് നെറ്റും JRF ഒന്നും ക്വാളിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. പക്ഷെ എനിക്ക് അവിടെ ഒരു റിഗ്രറ്റ് തോന്നിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ആ എക്സാമിൽ ടൈം തീരെ മാനേജ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ഏകദേശം ഒരു 30ഓളം ക്വസ്റ്റ്യൻസ് എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ലാസ്റ്റ് വന്നേ. അതിൽ കോംപ്രഹെൻഷൻ അടക്കമുണ്ട്. ആ കോംപ്രഹെൻഷൻ ഒക്കെ വായിച്ചാൽ എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതുമായിരുന്നു പിന്നീട് ഞാൻ നോക്കുമ്പോൾ. അപ്പം എനിക്ക് തോന്നുന്നു ആ ഒരു 30ഓളം ക്വസ്റ്റ്യൻസ് ഞാൻ അറ്റൻഡ് ചെയ്ത് ആ കോംപ്രഹെൻഷൻ എങ്കിലും ഞാൻ ശരിയാക്കിയിരുന്നെങ്കിൽ എനിക്ക് അന്ന് നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റുമായിരുന്നു. അതെനിക്ക് അന്നേരം എൻ്റെ ഒരു വീക്ക്നെസ് ആയിട്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് ആ എക്സാമിൽ എനിക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത്. അപ്പൊ പിന്നെ ഉണ്ടായിരുന്ന എൻ്റെ ശ്രമം എന്ന് പറയുന്നത് ടൈമിനെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്നാണ്. അപ്പം ജാനുവരി തൊട്ട് തന്നെ നെക്സ്റ്റ് ഞാൻ പിന്നെയും അടുത്തതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി തുടങ്ങി. അക്കാദമിയിലെ സാർ എപ്പോഴും പറയുന്ന കാര്യം ഉണ്ടായിരുന്നു, നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിസൾട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാൻ നിൽക്കരുത്. അതിനു മുമ്പ് ഒരാഴ്ചയൊക്കെ നിങ്ങളൊന്ന് ഫ്രഷ് ആവാൻ എടുക്കുക, അതിനുശേഷം എത്രയും പെട്ടെന്ന് തന്നെ അഗെയിൻ പിന്നെ നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുമായിരുന്നു. അപ്പൊ ഞാൻ ഒരു ഡിസംബർ കഴിഞ്ഞ് ജാനുവരി തൊട്ട് തന്നെ പിന്നെയും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. തിരിച്ച് ഞാൻ അക്കാദമിയിൽ പോയി, അവിടുന്ന് തന്നെ പിന്നെയും ക്ലാസ്സുകളൊക്കെ കേട്ടു. അപ്പം എൻ്റെ ഒരു മെച്ചം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ മെറ്റീരിയൽസ് എല്ലാം ഉണ്ട്, നോട്ട്സ് എല്ലാം ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെയും ക്ലാസ്സുകൾ വെക്കുമ്പോൾ എനിക്കത് കുറച്ചുകൂടെ പഠിക്കാൻ പറ്റും, റിവൈസ് ചെയ്യാൻ, അതുപോലെ തന്നെ അവിടുത്തെ സെക്ഷണൽ എക്സാമുകളൊക്കെ കുറച്ചുകൂടെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു ആ സമയത്തെല്ലാം പോയത്. അപ്പം ഞാൻ കഴിഞ്ഞ എക്സാമിൽ നിന്ന് പഠിച്ചതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ ദിവസവും 1 മണിക്കൂർ എക്സാം അറ്റൻഡ് ചെയ്യും. അതൊരു 50 ക്വസ്റ്റ്യൻ വെച്ച്. ഇപ്പോൾ ഒരു ദിവസം പേപ്പർ 1 ആണെങ്കിൽ പിറ്റേ ദിവസം പേപ്പർ 2 എന്നുള്ള രീതിയിൽ എല്ലാ ദിവസവും അതിനൊരു മുടക്കവും ഇല്ലാണ്ട് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്യുമായിരുന്നു. ആദ്യമൊക്കെ എനിക്കത് അറ്റൻഡ് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ ആയപ്പം എനിക്ക് ടൈം മാനേജ് ചെയ്തിട്ട് ആ 1 അവറിൽ തന്നെ എനിക്ക് 50 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പം ഞാൻ പേപ്പർ 2 ആണ് അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ അതിൽ DA ഇല്ല. അപ്പം ഞാൻ പ്ലസ് ഒരു 5 മിനിറ്റ് സമയം വെച്ചിട്ട് അല്ലെങ്കിൽ 6 മിനിറ്റ് സമയം വെച്ചിട്ട് DA ചെയ്യാൻ നോക്കും. അപ്പൊ ആദ്യം അത് പറ്റില്ല. അപ്പൊ ഞാൻ പിന്നെ അതേ മാറ്റി ഒരു 10 മിനിറ്റ് ടൈം വെച്ചിട്ട് DA ചെയ്യാൻ പറ്റുമോ നോക്കി. പിന്നെ എനിക്ക് സമയം കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ജാനുവരിയിൽ ഞാൻ ചെയ്തു. ആ ഒരു 2024 ജൂണിലെ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എക്സാം അറ്റൻഡ് ചെയ്തു. അത് അത്യാവശ്യം എനിക്ക് ഈസി ആയിട്ട് തോന്നി, ഞാൻ കോൺഫിഡന്റ് ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതിന്റെ പിറ്റേന്നാണ് ഞങ്ങൾ നാട്ടിലേക്ക് വെക്കേറ്റ് ചെയ്ത് വരുമ്പോഴാണ് അറിയുന്നത് എക്സാം ക്യാൻസൽ ചെയ്തു എന്ന് പറയുന്നത്. അപ്പൊ അത് ശരിക്കും വല്ലാത്തൊരു ഷോക്കായിരുന്നു. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ എഴുതിയൊരു എക്സാം ആയിരുന്നു, അതിൽ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പൊ അത് ക്യാൻസൽ ചെയ്തു എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേകതരം ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫീൽ ആയിരുന്നു. ഇനി എഴുതുന്നില്ല അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടായിരുന്നു. പിന്നെ നമ്മുടെ ഫാമിലിന്റെയും ഫ്രണ്ട്സിന്റെയും ഒക്കെ സപ്പോർട്ട് കൊണ്ട് പിന്നെയും എഴുതാം എന്നുള്ള രീതിയിലേക്ക് വന്നു. വീട്ടിലിരുന്നാണ് അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് ഞാൻ പഠിക്കുന്നത്. അപ്പൊ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അക്കാദമി പോയിരുന്നു പഠിക്കുമ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ മാത്രം പുറത്തിറങ്ങുക, ക്ലാസ്സിൽ പോകുന്നത് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കി ഒരു കാര്യങ്ങളും നമ്മൾ എൻഗേജ്ഡ് അല്ല. ഫുൾ ടൈം നമ്മൾ പഠനം എന്ന് പറയുന്നൊരു രീതിയിൽ മാത്രമാണുള്ളത്. പക്ഷെ നമ്മൾ വീട്ടിലേക്ക് വരുമ്പം എന്താ പറയുക, നമ്മൾ ഫാമിലി ആയിട്ടാണുള്ളത്. അപ്പം പല കാര്യങ്ങളും നമുക്ക് ഡിസ്ട്രാക്ട് ചെയ്യുന്ന പല കാര്യങ്ങളും ഉണ്ടാവും.
പക്ഷെ അവിടെ നമുക്ക് പറ്റുന്ന രീതിയിലെല്ലാം മാക്സിമം ടൈം എടുത്ത് ഞാൻ പഠിച്ചു. ആ സമയങ്ങളിലും ഞാൻ മുടക്കാതിരുന്നൊരു കാര്യം എല്ലാ ദിവസവും 1 hour എക്സാം അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു. അങ്ങനെയാണ് ആ ടൈമിൽ ആ ഒരു എനിക്ക് തോന്നുന്നു സെപ്റ്റംബർ ഒക്ടോബർ സമയത്ത് എക്സാം അറ്റൻഡ് ചെയ്തു. അതും ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ അത്യാവശ്യം കോൺഫിഡന്റ് ആയിരുന്നു. എനിക്ക് അത്യാവശ്യം ഈസി ആയിട്ട് തോന്നിയൊരു എക്സാം ആയിരുന്നു. അപ്പൊ അതിന്റെ റെസ്പോൺസ് ഷീറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ മാർക്ക് നോക്കുമ്പോൾ ഇതിന് മുന്നത്തെ പ്രാവശ്യമൊക്കെ JRFന്റെ കട്ട് ഓഫിന്റെ മാർക്ക് എനിക്കുണ്ട്. അപ്പൊ ഞാൻ കൺഫേം ചെയ്ത് വിചാരിച്ചു ഓക്കെ എനിക്ക് നെറ്റ് എന്തായാലും കിട്ടും. പിന്നെ കട്ട് ഓഫ് വേരി ചെയ്യുന്നത് കൊണ്ട് എൻ്റെ ഒരു ലെഗ് ഫാക്ടർ ആയിട്ടാണ് ഞാൻ JRF കിട്ടുമോ എന്നുള്ളത് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ റിസൾട്ട് വന്നപ്പം എനിക്ക് നെറ്റും JRF ഒന്നും കിട്ടിയില്ല. PhD അഡ്മിഷൻ മാത്രമാണ് കിട്ടുന്നത്. അപ്പൊ എനിക്കതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം എന്താണെന്ന് വെച്ചാൽ പെർസെന്റൈൽ ആയിരുന്നു, 2 ഷിഫ്റ്റ് ആയിരുന്നു. എങ്കിൽ കൂടിയും എൻ്റെ മാർക്ക് എന്ന് പറയുന്നത്, എൻ്റെ പെർസെന്റൈൽ എന്ന് പറയുന്നത് 97.66 സംതിങ് ആയിരുന്നു. അപ്പം ഒറിജിനൽ എൻ്റെ കട്ട് ഓഫ് വന്ന് 97.77 സംതിങ് ആണ്. അപ്പം 0.11 സംതിങ് ആ ഒരു പെർസെന്റൈലാണ് എനിക്ക് നെറ്റ് നഷ്ടമാകുന്നത്. അതെനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പൊ ഇനി എഴുതുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു. കുറച്ചധികം കാലം ഇനി എഴുതുന്നില്ല എന്ന് വിചാരിച്ചു തന്നെ ഇരുന്നു. അതിനുശേഷം പിന്നെയും ഓക്കെ ഒരു വട്ടം കൂടെ ട്രൈ ചെയ്യാം, 2024 ഡിസംബറോട് കൂടി ഈ പരിപാടി ഞാൻ നിർത്തും എന്ന് വിചാരിച്ചു തന്നെയാണ് എഗെയിൻ ഞാൻ ഒന്നുകൂടെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതും വീട്ടിലിരുന്നിട്ട് തന്നെയാണ് ഈ പറഞ്ഞ പോലെ ഡെയിലി 1 hour ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യും. പിന്നെ ഓരോ സബ്ജക്ട് വെച്ചിട്ട് ഞാൻ പഠിക്കാൻ തുടങ്ങി. അതിനൊരു ഒരു ഒരു എന്താ പറയുക, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ടൈം ടേബിൾ പോലെ ഉണ്ടാക്കി. അപ്പം ഇപ്പം 6 മാസമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിനെ ഞാനൊന്ന് സോർട്ട് ചെയ്ത് ആദ്യത്തെ ഒരു സബ്ജക്റ്റിന് ആദ്യം ഒരു സെക്ഷൻ മൊത്തം 3 ദിവസം വെച്ച് കൊടുത്തു. അത് തീർന്നു കഴിയുമ്പം 2 ദിവസം വെച്ച് ഒരു സബ്ജക്റ്റിന് കൊടുത്തു. നമുക്ക് മൊത്തം 20 സബ്ജക്റ്റ് ആണല്ലോ ഉള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് വരുന്ന ഓരോ സമയമായിട്ട് വരുമ്പോഴത്തേക്കും അതിനെ ദിവസങ്ങൾ കുറച്ച് കൊണ്ടുവന്നു. എക്സാം ആകുമ്പോഴത്തേക്കും ലാസ്റ്റ് ഒരു 5 ദിവസം കൊണ്ട് ഈ പറഞ്ഞ 20 സബ്ജക്ട് നോക്കി. ലാസ്റ്റുള്ള ഒരു 2 ദിവസം, എക്സാമിന്റെ തലേന്നുള്ള 2 ദിവസം എന്ന് പറയുന്നത് എനിക്ക് വളരെ ചെറിയൊരു ഷോർട്ട് നോട്ട് ഉണ്ട്. അതായത് മറ്റൊരാൾക്ക് മനസ്സിലാവാൻ സാധ്യതയില്ല. വളരെ വളരെ ഷോർട്ടായിട്ട് ഞാൻ മറന്നു പോകുന്ന, എനിക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന ഒരു നോട്ട്സ്. ആ നോട്ട്സ് നോക്കിയിട്ട് ആ 2 ദിവസം പഠിക്കും. അങ്ങനെ പഠിച്ചിട്ടാണ് ഞാൻ എക്സാം എഴുതാൻ വേണ്ടി പോകുന്നത്. ആ എക്സാം എഴുതി വന്നു കഴിയുമ്പോഴും ഞാൻ കോൺഫിഡന്റ് ആയിരുന്നു. പക്ഷെ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട്. അപ്പൊ ഞാൻ വെയിറ്റ് ചെയ്തു. അങ്ങനെ റെസ്പോൺസ് ഷീറ്റ് വന്നു. മാർക്ക് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മാർക്കുണ്ട്. കാരണം ഇതിനു മുമ്പൊന്നും കട്ട് ഓഫ് വരാത്ത അത്രയും മാർക്കുണ്ട്. അപ്പൊ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ എനിക്കൊരു പേടിയും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അതിന്റെ റിസൾട്ട് വന്നു. അപ്പം ഞാൻ JRF ക്വാളിഫൈഡ് ആയി. നെറ്റ് പോലും കിട്ടാതിരുന്നിട്ട് എനിക്ക് നെറ്റും JRFും കൂടെ കിട്ടി. അതൊരു ഭയങ്കര വല്ലാത്തൊരു സന്തോഷമായിരുന്നു. എനിക്കും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ വളരെ സന്തോഷം തോന്നിയൊരു കാര്യമായിരുന്നു. അപ്പൊ ഇതാണ് എൻ്റെ JRFിലേക്കുള്ള ഒരു ജേർണി എന്ന് പറയുന്നത്. ഇതിൽ ഞാൻ ഉപയോഗിച്ചൊരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് പ്രശ്നമുണ്ടായിരുന്നത് ടൈം മാനേജ് ചെയ്യാൻ എന്നുള്ളത് എൻ്റെ മുന്നത്തെ പ്രശ്നമായതുകൊണ്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാണ് ചെയ്തത്. എല്ലാ ദിവസവും 1 hour വെച്ച് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തു എന്നുള്ളത്. അപ്പം എൻ്റെ ടൈം മാനേജ് ചെയ്യാൻ മാത്രമല്ല, ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ പെട്ടെന്നൊന്ന് പേടിക്കാതെ, അല്ലെങ്കിൽ നമുക്കത് മൊത്തം വായിച്ച് എല്ലാം നമ്മൾ ക്വസ്റ്റ്യൻ ഓറിയന്റഡ് ആയിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസുമായിട്ട് കുറച്ചുകൂടെ ഒരു പരിചയം ഉണ്ടാവാൻ വേണ്ടി പറ്റും. അതായിരുന്നു എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ എന്നെ കേൾക്കുന്ന നിങ്ങളോടും എനിക്ക് പറയാനുള്ളത്, പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ഒരു ക്വസ്റ്റ്യൻ വെച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പൊ അക്കാദമിയിലൊക്കെ ആണെങ്കിലും സെക്ഷണൽ എക്സാമുകളും മോഡൽ എക്സാമുകളും ഒക്കെ നടത്തിയിട്ടുണ്ട്. അപ്പം എക്സാമിലൂടെ തന്നെ ആയിരിക്കും എനിക്ക് തോന്നുന്നു കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റുക എന്ന് പറയുന്നത്. അപ്പം എൻ്റെ അതേ ഒരു സിറ്റുവേഷൻ ആയിരിക്കില്ല എല്ലാവർക്കും. ഞാനിപ്പോൾ ഏകദേശം 3-4 വട്ടം എഴുതിയിട്ട് എനിക്ക് ഈ പറഞ്ഞ നെറ്റും JRFും കിട്ടി. അതിന് മുന്നേ എനിക്ക് ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു. ചിലർ ഇതിലും കൂടുതൽ പ്രാവശ്യം ട്രൈ ചെയ്തവരുണ്ടാകാം, അല്ലെങ്കിൽ ഇപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ടാകും. അപ്പൊ നമ്മളെല്ലാവരും നമ്മളിൽ തന്നെ ട്രസ്റ്റ് ചെയ്യുക. എനിക്കൊരു ടൈമിൽ എന്നെ കൊണ്ട് ഇത് പറ്റുമോ എന്ന് തോന്നിയിട്ടുണ്ടായിരുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. ഓക്കെ, ഞാനത് നിർത്തി പോകുവാണ് എന്ന് വിചാരിച്ചൊരു സമയം ഉണ്ടായിരുന്നു. അതുപോലെ എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, ഷോൾഡർ പെയിൻ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇമോഷണലി ഞാൻ ഭയങ്കര ഡൗൺ ആയിരുന്നു. ഈ പറഞ്ഞ കാലഘട്ടത്തിലാണ് ജാനുവരി, അത് 2024 ജാനുവരി കാലഘട്ടത്തിലാണ് എൻ്റെ ചാച്ചൻ സുഖിലാണ്ടാവുന്നതും അച്ഛൻ മരിക്കുന്നതും അങ്ങനെയൊക്കെ. അതും എനിക്കൊരു ഇമോഷണൽ പ്രശ്നമായിരുന്നു. എനിക്ക് ഓർമ്മ അന്നേരം ഞാൻ പഠിക്കുന്നില്ല എന്ന് വിചാരിച്ചിരുന്ന സമയത്തും പിന്നെ ഞാൻ തന്നെ എന്നിൽ ഒരു ഓക്കെ പഠിക്കണം എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുത്ത് നിനക്ക് പറ്റും എന്നുള്ളൊരു സാധനം നമ്മുടെ എന്താ പറയുക ഫാമിലിന്റെ ഫ്രണ്ട്സിന്റെയും ഈ അധ്യാപകരുടെ ഒക്കെ സപ്പോർട്ട് കൂടി തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്തൊരു ഫീൽ ഉണ്ട്. ആ സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പഠിച്ചിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. എൻ്റെ ബുക്ക് ഇങ്ങനെ തുറന്നു വെക്കും, അപ്പൊ എൻ്റെ കണ്ണീരിങ്ങനെ വീണിട്ട് എന്നിട്ടും ഞാൻ പഠിക്കും. അതെനിക്ക് ഭയങ്കര ഒരു ഓർമ്മയാണ്. അപ്പൊ നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, നമുക്കൊന്നും വെറുതെ കിട്ടുന്നതല്ല എന്നുള്ളൊരു ഫീൽ ഉണ്ടല്ലോ. അത് ഒരു എന്താ പറയാ ഭയങ്കര ഒരു ഫീൽ തന്നെയാണ്.
അപ്പൊ എന്നെ കേൾക്കുന്ന അല്ലെങ്കിൽ നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, എന്റെ ഈ ഒരു വിജയത്തിന് പിന്നിലും ഒരുപാട് പേരുണ്ടായിരുന്നു. എന്റെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടായിരുന്നു, റിലേറ്റീവ്സ് ഉണ്ടായിരുന്നു, ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അതുപോലെ അക്കാദമിയിലെ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു, അല്ലാത്ത എന്നെ പഠിപ്പിച്ചിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ട്. ചെറുതും വലുതുമായിട്ട് പല രീതിയിൽ എന്നെ ഹെൽപ്പ് ചെയ്തവരുണ്ട്. ഇപ്പൊ എന്റെ ഹോസ്റ്റലേഴ്സ് അല്ലെങ്കിൽ ഹോസ്റ്റൽ ആന്റി അങ്കിൾ, അങ്ങനെ പലരും ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഈ നിമിഷത്തിൽ ഞാൻ ഒത്തിരി താങ്ക്സ് പറയുന്നു. അതുപോലെ എന്നെ കേൾക്കുന്ന നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരു പ്രാവശ്യം എഴുതി കിട്ടിയില്ല എന്ന് കരുതിയിട്ട് അത് നിർത്തി പോകരുത്. കാരണം ചിലപ്പോൾ നമുക്ക് അപ്പോഴായിരിക്കില്ല നമ്മുടെ ടൈം വന്നിട്ടുണ്ടാവുക. വെയിറ്റ് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക, കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുക. അപ്പം ഷുവർ ആയിട്ടും നിങ്ങൾക്കും ഇത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം ഇനി നെറ്റ് അല്ലെങ്കിൽ JRF വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്ന എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. താങ്ക് യു.